എൻ്റെ പിതാവ് NV അബ്ദുസ്സലാം മൗലവി അദ്ദേഹം ഒരു ഖുർആന്റെ ലിവിങ് മോഡലായിരുന്നു വേണമെങ്കിൽ പറയാം. നമുക്ക് വീട്ടിനകത്തായാലും വീട്ടിന് പുറത്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയിരുന്നത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ദീനീ വിദ്യാഭ്യാസം ചെയ്യുകയും പക്ഷേ അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തെ കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൽ, മഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ, അതുപോലെ മലപ്പുറം ഹൈസ്കൂളിൽ അദ്ദേഹത്തിൻ്റെ SLC വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ വേണ്ടി ഈ 3 കലാലയങ്ങളിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ വിദ്യാഭ്യാസത്തിനായി തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ചേർന്ന് ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടുന്നത്. ആ ഗവൺമെൻറ് സർവീസിൽ ജോലിയിൽ ഇരിക്കെയാണ് സ്വന്തം മാതാവിൻ്റെ ആദ്യകാലത്തുള്ള ഉപദേശം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വരുന്നത്. മാതാവ് എപ്പോഴും അദ്ദേഹത്തോട് പറയുമായിരുന്നു, പരിശുദ്ധ ഖുർആൻ പഠിക്കണം, അതിൽ ഇപ്പോഴത്തെ പണ്ഡിതന്മാർ പലതും നമുക്ക് പറഞ്ഞു തരാത്ത കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിർബന്ധമായിട്ടും പരിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞ അത് ആണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചത്. അങ്ങനെ ആ ജോലിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോരുകയും തുടർന്ന് ആദ്യം തിരൂരങ്ങാടി യത്തീംഖാനയുടെ മാനേജറായി 1 വർഷത്തോളം സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് അരീക്കോട് 1944 ജമിയത്തുൽ മുജാഹിദീൻ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. പിതാവ് എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ ഉപദേശിച്ചിരുന്നത് നമസ്കാരം നിലനിർത്താനും അതുപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഞങ്ങളെ അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു. ഒരാളെപ്പറ്റിയും ഒരു അപവാദമോ അല്ലെങ്കിൽ ഒരു മോശമായ രീതിയിൽ എത്ര മോശപ്പെട്ട ആളായിരുന്നാലും ശരി അത്തരമൊരു പരാമർശം അദ്ദേഹം വീട്ടിൽ അനുവദിച്ചിരുന്നില്ല. ആര് സംസാരിക്കുകയാണെങ്കിലും ആരെങ്കിലും പറ്റി കുറ്റം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് തിരുത്തുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാ കാലത്തും രോഗിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1948 അന്ന് ഏറ്റവും മാരകമായിരുന്ന ട്യൂബർക്കുലോസിസ് പിടിപെടുന്നത്. അത് ചികിത്സിച്ച് ഭേദമാക്കി. അതിനുശേഷം 2 പ്രാവശ്യം പക്ഷാഘാതമുണ്ടായി. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഖുർആൻ വിവരിക്കുന്നതിന് തടസ്സമായില്ല. പിന്നെ വീട്ടിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതിയിൽപ്പെട്ട ഏത് മതസ്ഥരായിരുന്നാലും ആരായാലും അവരെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക പതിവായിരുന്നു. ഒരിക്കലും അദ്ദേഹം അനേക കാലം രോഗിയായി കിടന്നിട്ടും ആരോടും ഈ രോഗത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വരുന്നവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചാണ് ആകാംക്ഷപൂർവ്വം അന്വേഷിക്കാറുള്ളത്. എല്ലാ കാര്യങ്ങളും ഒന്നും നീട്ടിവെക്കാതെ ഉടനെ ചെയ്യുക എന്നുള്ള സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ ഉടനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ വീട്ടിൽ സാധാരണഗതിയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന തന്നെ പരിശുദ്ധ ഖുർആനാണ്. ഇപ്പോൾ അബ്ദുസ്സലാം മൗലവിയുടെ സഹോദരന്മാരായ പ്രൊഫസർ NV ബീരാൻ, NV സക്രി മൗലവിയുടെ പിതാവ് NV മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ NV ഇബ്രാഹിം മാസ്റ്റർ, ഇവരൊക്കെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ഖുർആനെ സംബന്ധിച്ച് അവർ ചർച്ചയിൽ ഏർപ്പെടുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെ കുട്ടിയായിരുന്ന കാലത്തും ഞാൻ മുതിർന്നതിന് ശേഷം ഞാനും അതുപോലെ തന്നെ അന്തരിച്ച പ്രൊഫസർ സുലൈഖ ഇവരെല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു.